മാങ്കൂട്ടം വരുന്നതും പോകുന്നതും അറിയുന്നില്ല എന്നാണ് ബി.ജെ.പിയും CPM-ഉം പറയുന്നത്. എന്നാൽ മാങ്കൂട്ടം എത്തുന്നതോ ഇവരുടെയൊക്കെ നേതാക്കന്മാർക്കൊപ്പം. ഇപ്പോൾ കാലുവെട്ടുമെന്ന് പറഞ്ഞവരൊക്കെ ചമ്മി നാറി നിൽക്കുകയാണ്. ഒരു KSRTC ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് മാങ്കൂട്ടം എത്തിയത്. അപ്പോഴാണ് MLA-യുടെ മണ്ഡല പര്യടനം വിവാദമായി മാറിയത്. രാത്രി രഹസ്യമായി വന്നെന്നും മാങ്കൂട്ടത്തിന് സൗകര്യമൊരുക്കിയ ഡിപ്പോയ്ക്ക് കടുത്ത വിമർശനം കൊടുത്തും അതിൽ നിന്നും തലയൂരാൻ നോക്കി. പിന്നെ പറഞ്ഞു MLA ഓഫീസിലേക്ക് എത്തിക്കില്ല എന്ന്. MLA ഓഫീസിൽ എത്തുകയും ചെയ്തു, കസേര വലിച്ചിട്ടിരിക്കുകയും ചെയ്തു, ഒപ്പുവെക്കുകയും ചെയ്തു. കഴിഞ്ഞില്ല, മന്ത്രിക്കൊപ്പം BJP കൗൺസിലറിനൊപ്പവും ഏറ്റവും അവസാനം ഒരു നടിക്കൊപ്പവും മാങ്കൂട്ടം എത്തി. അതും പകൽ വെളിച്ചത്തിൽ നല്ല മാന്യനായിട്ട് തന്നെ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MP-ക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം വേദി പങ്കിട്ടത് വലിയ ചർച്ചയായിരുന്നു. കൂടാതെ ആശമരുടെ സമരത്തിലും യൂത്ത് ലീഗിന്റെ പരിപാടിയിലും മാങ്കൂട്ടം എത്തിയിരുന്നു. അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയവർ വാലും പൊക്കിയാണ് ഓടിയത്. പ്രതിപക്ഷ നേതാവ് മാങ്കൂട്ടത്തെ ഇറക്കി വിട്ടു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ആശാ സമരത്തിൽ മുന്നിൽ നിന്ന ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം സംഭവിച്ചു. മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് കരിവാരിത്തേക്കാനായിട്ട് റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ളവർ നടന്ന കാലത്ത് അവർ വിളിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന CPM നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മ പരസ്യമായിട്ട് TV ചാനലുകാർ ഇങ്ങനെ വിളിക്കുന്നതിനെ പറ്റി സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരുന്നു. ഒരു പരാതിയും ഇല്ലാത്തവരെ പോലും വിളിച്ച പരാതിക്കാരിയാക്കുകയാണ് എന്നാണ് അവർ മാങ്കൂട്ടം വിഷയത്തിൽ പറഞ്ഞത്. അതിനുശേഷം പാർട്ടിയിൽ നിന്നുമുണ്ടായ കടുത്ത എതിർപ്പും ഒറ്റപ്പെടുത്തലും കാരണം പൊറുതിമുട്ടിയവർ രാജിവെച്ചു. CPI വിട്ടുവെന്നും പാർട്ടിയുടെയും AYF-ന്റെയും എല്ലാ സ്ഥാനങ്ങളും താൻ രാജിവെച്ചതായിട്ടും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ അറിയിച്ചു. ഇനി അവരുടെ വരവ് കോൺഗ്രസിലേക്കാണെന്ന് കൂടി ഉറപ്പിച്ചാൽ ചിലപ്പോൾ മാങ്കൂട്ടത്തിന് പച്ചക്കൊടി കിട്ടുമായിരിക്കും. സത്യത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ വിവാദങ്ങൾക്ക് ശേഷം മാങ്കൂട്ടം വന്നാലും നിന്നാലും ഇരുന്നാലും വാർത്തയാണെന്നേ. ഒരു MLA-ക്ക് പോലും കിട്ടാത്ത പ്രിവിലേജ് ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് മാധ്യമങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ MLA-മാർ ചെറിയ കാര്യങ്ങൾ തന്നെ മണ്ഡലത്തിൽ ചെയ്താൽ ചില പ്രാദേശിക പത്രത്തിൽ ചെറിയ കോളം വാർത്തയാകുകയാണ് പതിവ്. പക്ഷെ ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ മാങ്കൂട്ടം തറക്കല്ലിട്ടാൽ പോലും അത് വാർത്തയാണ്. ഒരാളെ തളർത്താനും വളർത്താനും മാധ്യമങ്ങളെ കൊണ്ടാകും എന്നതാണ് സത്യം. സ്വന്തം MLA ആരാണെന്ന് പോലും കേരളത്തിലെ 95% ആളുകൾക്കും അറിയില്ല. അപ്പോഴാണ് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു ചെറിയ വികസനം പോലും കേരളം മൊത്തം വാർത്തയാകുന്നത്. എന്തായാലും ഇത്തവണ KSRTC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യാനെത്തിയത് പാതിരാത്രിയല്ല, നല്ല പട്ടാപകൽ വെളിച്ചത്തിലായിരുന്നു. പാലക്കാട് ഗുണ്ടല്ലൂർ റൂട്ട് ബസ്സായിരുന്നു മാങ്കൂട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തത്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. നമസ്കാരം. അടിപൊളിയായിരുന്നു.